ഹലോ വെൽക്കം ബാക്ക് ടു നസീസ് ടേസ്റ്റി മീൻസ്. ഇന്ന് നമുക്ക് വളരെ ഈസിയായി ചെയ്തെടുക്കാൻ പറ്റുന്ന വിശപ്പും ദാഹവും ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള റീഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കാം. ഇഫ്താറിനും സമ്മറിനും പാർട്ടിയിലും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണിത്. ആദ്യം നമുക്ക് ഈ ഒരു ഡ്രിങ്കിലോട്ട് ആവശ്യത്തിനുള്ള സബ്ജ സീഡ്സ് ഒന്ന് കുതിർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് സബ്ജ സീഡ്സ് ഒരു ബൗളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടിയിട്ടുള്ളത് ജെല്ലി പൗഡറാണ്. ഇനിയിപ്പോൾ ജെല്ലി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷേ കുട്ടികൾക്കൊക്കെ അത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ ഈ ഒരു ജെല്ലി പൗഡർ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പൗഡർ നല്ലപോലെ മെൽറ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റിയെടുക്കാം. ഇനി നമുക്കൊരു സോസ് പാനിലോട്ട് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വന്നാൽ നമുക്കതിലോട്ട് ഒരു 1/2 കപ്പ് സാഗോ, അതായത് സാബുനരി എന്ന് നമ്മൾ പറയും, അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ച് വെച്ച് 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 15 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് ഇത് നല്ലപോലെ പേൾസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പോയി കിട്ടട്ടെ. ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് കട്ടകളൊന്നും പിടിക്കാതെ വിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ സാഗോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെച്ചിട്ട് നമുക്കിതിലോട്ടുള്ള പാലൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പാല് ഒരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. പാൽ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് 3 ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ചേർത്തിളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പാല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 1/2 കപ്പോളം ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന സാഗോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാഗോ മുഴുവനും ഞാനിവിടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കസ്കസും കൂടെ ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് റോസ സിറപ്പാണ്. അത് നമുക്ക് കളറിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറപ്പാണ്. ഇതിലോട്ട് ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു റോസ സിറപ്പ് വെച്ചിട്ട് ഒരുപാട് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സിറപ്പ് കൂടിയാണ്. ഇത് നല്ലപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു കളറ് നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് കിട്ടും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ജെല്ലി ഇതുപോലെ സ്ക്വയർ ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു ജെല്ലി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ജെല്ലിയുടെ ഒരു പകുതി ഭാഗം ഇതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ആൽമണ്ട്സ് കട്ട് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നോമ്പിനും അതുപോലെ സമ്മറിലും ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റീഫ്രഷിംഗ് ഡ്രിങ്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ഇൻഷാല്ലാ ബൈ ഫ്രം നസീസ് ടേസ്റ്റി മീൻസ്.